ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ബീഫ് റോസ്റ്റ് ആണ്. നമ്മുടെ സവാളയൊന്നും വാട്ടാതെ എളുപ്പത്തിൽ എങ്ങനെ ബീഫ് റോസ്റ്റ് തയ്യാറാക്കാന്ന് നോക്കിയാലോ. ഞാനിപ്പോൾ ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിച്ചീര, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, തക്കാളി, കുറച്ച് ചുവന്നുള്ളി, 2 പച്ചമുളക്. ഇതിപ്പോൾ ഞാൻ 1/2 കിലോന് എടുത്തോണ്ടാണ്. 1 കിലോനാണെങ്കിൽ 4 സവാള എടുക്കണം, ഇതിൻ്റെ ഇരട്ടി എടുക്കണം കേട്ടോ. ഇത് 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ബീഫ് മസാല എടുത്തിട്ടുണ്ട്. ഇത് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ടൊമാറ്റോ സോസ്, പിന്നെ വെളിച്ചെണ്ണ. അപ്പം നമുക്ക് തയ്യാറാക്കിയാലോ. ഈ ബീഫിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള, മല്ലിച്ചീര, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, പച്ചമുളക്, ഉള്ളി, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാവേ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പം ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 10 മിനിറ്റ് മൂടി വെക്കാം. ഇനി അതിലോട്ട് ഇപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ 10 മിനിറ്റ് കുഴച്ച് മാറ്റി വെച്ച ബീഫും അതിലോട്ട് ഇട്ട് കൊടുക്കുക, കുക്കറിലോട്ട്. നമ്മുടെ ബീഫ് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്, നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഒരു 3 വിസിൽ ആകണം, 3 വിസിൽ വേണം കേട്ടോ. തീ കൂട്ടി വെക്കരുത്, നമ്മുടെ സവാളയൊക്കെ ഇങ്ങനെ കുറുകി വരും. ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, ബീഫിൽ നിന്ന് തന്നെ വെള്ളം വരും, അതുകൊണ്ട് ഞാൻ ഒട്ടും ഒഴിച്ചിട്ടില്ലേ. ഇനി നമുക്ക് മൂടി വെക്കാം. ഇപ്പം ഇതേ 3 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലായിരുന്നു ഇട്ടിരുന്ന് വെച്ചത്. നമുക്കിനി തുറന്നു നോക്കിയാലോ. ഇപ്പം ഫുൾ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കിയാലോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ്. നമുക്കിനി ബൗളിലോട്ട് മാറ്റിയാലോ. നമ്മുടെ ബീഫ് റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്കിനി കറിവേപ്പിലയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാതെ. നോക്കി, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. ഇതിലോട്ട് ഞാൻ ചൂട് പുട്ടിട്ട് കൊടുക്കുന്നുണ്ട്, വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് പപ്പടവും കൂടി വെച്ച് കൊടുത്തിട്ട് ഇനി നമ്മുടെ ബീഫ് റോസ്റ്റിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ പുട്ടിൻ്റെ മേലെ വെച്ച് നോക്കി എല്ലാം കൂട്ടി കഴിക്കണം. നല്ല അടിപൊളിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യണേ. ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. ബൈ.